ഹാലേലൂയ. പരിശുദ്ധ കുർബാനയാകുന്ന ഏകസത്യ ദൈവത്തെക്കുറിച്ചാണ് ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അതിന് വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു വരിയാണ്: ദൃശ്യവും അദൃശ്യനുമായ ഏകസത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. മലങ്കര കുർബാന ക്രമത്തിലെ വിശ്വാസ പ്രമാണത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കുറേ കൂടെ മനോഹരമാണ്: സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരേ സമയത്ത് കാണപ്പെടുന്നതും അതേ സമയത്ത് തന്നെ കാണപ്പെടാത്തതുമായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ കുർബാന എന്ന ദൈവമാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏതോ കരങ്ങളിലായിരുന്നു കൊണ്ട് പൊടിഞ്ഞ ഗോതമ്പ് പല കൈകളിലൂടെ കൈമാറപ്പെട്ടു. ഏതോ ഒരു കോൺവെൻറ്റിൻ്റെ അച്ചിൽ വന്നു ഓസ്തിയായി രൂപപ്പെട്ടു. വീണ്ടും പല കൈകളിലൂടെ കൈമാറി അൾത്താരയുടെ മേശപ്പുറത്ത് വന്ന് കുർബാനയുടെ മധ്യഭാഗത്ത് ഓസ്തിയെടുത്തുയർത്തി പുരോഹിതൻ കൂദാശ പരികർമ്മം എപ്പോൾ ചെയ്തോ, വാഴ്ത്തി മുറിച്ചു എപ്പോൾ കൂദാശ പരികർമ്മം ചെയ്തോ, അപ്പോൾ അദൃശ്യനായ ക്രിസ്തു കുർബാനയിൽ ദൃശ്യമായി. കുർബാനയുടെ മധ്യഭാഗത്ത് വിശ്വാസികൾ നിരനിരയായി വന്നു കണ്ണുകൊണ്ട് കണ്ട് ആമേൻ പറഞ്ഞു എപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചോ, അപ്പോൾ കുർബാനയിൽ അടങ്ങിയിരുന്ന ക്രിസ്തു നമ്മളിൽ വീണ്ടും വിശ്വാസം വഴി അദൃശ്യനായി തീരുകയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയും തിരുസഭയുടെ ചരിത്രങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന ഏകസത്യ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 3 വർഷം കൂടെ ഉറങ്ങി കൂടെയുണ്ട്, അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവർ കടന്നുപോയ കാലഘട്ടമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും അവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി. അവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു രഹസ്യം ഇതാണ്: അവരെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരംശം പോലും കോട്ടം തട്ടിയിട്ടില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയുമില്ലായിരിക്കാം. നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇനി ആർക്കും പരിഹാരം ചെയ്യാൻ കഴിയില്ലായിരിക്കാം. നിൻ്റെ രോഗങ്ങൾക്ക് ഇനി സൗഖ്യമില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിരിക്കാം. മുമ്പിൽ മരണം മാത്രമായിരിക്കാം. എന്നാൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരു അംശം പോലും ഇതുവരെയും കോട്ടം തട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കണം. ഇത് പറയാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ വേദിയിൽ ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയപ്പോഴും അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടാത്ത യേശു അവർ നടന്ന വഴിയിൽ അവരോടൊപ്പം കൂടി, അവർ പറഞ്ഞ വാക്കുകളിൽ അവരോടൊപ്പം ചേർന്നു. അവരെ കുറ്റപ്പെടുത്താതെ, അവരെ വിമർശിക്കാതെ അവരിൽ ഒരാളായി യേശു സഞ്ചരിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ചെയ്തു. ഒരു സായാഹ്നത്തോടു കൂടി അടുക്കുമ്പോൾ, ആ എമ്മാവൂസിൽ അവർ ലക്ഷ്യം വെച്ച വീടോടടുക്കുമ്പോൾ യേശു മുമ്പോട്ട് പോകാനായി ഭാവിക്കുകയായിരുന്നു. എന്താണ് യേശു മുമ്പോട്ട് പോകാനായിട്ട് ഭാവിച്ചത്? അതുവരെയും യേശുവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് അവരോടൊപ്പം സഞ്ചരിച്ചത്. 2 യേശുവിന് നിർബന്ധമായിരുന്നു ഇനി അവർ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ക്ഷണിക്കണമെന്ന്. ഈ രാത്രിയിൽ, അല്ലെങ്കിൽ ഈ പകലായിരിക്കാം, ഈ രാത്രിയായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയമായിരിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ കർത്താവിനെ നിൻ്റെ പ്രശ്നങ്ങളിലേക്ക്, നിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. നീ ക്ഷണിക്കാതെ നിന്നോടൊപ്പം ഇത് പറയുന്ന കർത്താവ് ഇനി നീ ക്ഷണിച്ചുകൊണ്ട് നിൻ്റെ പ്രശ്നങ്ങളിലെ സ്വീകരിച്ചു അത് പരിഹരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് യേശു മുമ്പോട്ട് പോകാനായി ഭാവിച്ചു എന്ന് പറയുന്നത്. പോകാൻ പോയി എന്നല്ല, ഭാവിക്കുകയാണ് ക്ഷണിക്കാൻ വേണ്ടി. അവർ ക്ഷണിക്കുമ്പോൾ യേശു അവരോടൊപ്പം വീട്ടിനകത്തിരുന്നു. അവർ കൊടുത്തൊരപ്പം എടുത്തുയർത്തി കൂദാശ പരികർമ്മം ചെയ്യുന്ന സമയത്ത് അവരൊരു കാഴ്ച കാണുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലവും അവരോടൊപ്പം യേശു ഭക്ഷണത്തിനിരിക്കുമ്പോൾ പതിവ് പോലെ യേശു അപ്പമെടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിക്കുന്നത് ഒരാളിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ആരിലും
അപ്പം എടുത്ത് ഭക്ഷിക്കുന്നതിന് മുമ്പ് വാഴ്ത്തുന്നതോ ഉയർത്തുന്നതോ പ്രാർത്ഥിക്കുന്നതോ ശിഷ്യന്മാർ കണ്ടിട്ടില്ല. അവർ തൻ്റെ ഗുരുവിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും യേശുവിനെ അവർ തിരിച്ചറിയാനും ഇടയായത്. ഇനിയൊന്ന് ശ്രദ്ധിച്ചോളണം. യേശു എപ്പോഴാണോ അപ്പം മുറിച്ച് അവർക്കത് കൊടുക്കാൻ തുടങ്ങിയത്, അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. 30-31 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, യേശു അപ്രത്യക്ഷമായി എന്നാണ്. എങ്ങോട്ടാണ്? യേശു ആ നിമിഷം തന്നെ അപ്പത്തിലേക്കാണ് മറയപ്പെട്ടത്. ഒരേ സമയത്ത് 2 സാന്നിധ്യം ഇവിടെ ആവശ്യമല്ല. യേശു അപ്പം മുറിച്ച് അവരുടെ കണ്ണുകൾ തുറക്കുകയും അതോടൊപ്പം തന്നെ യേശു അപ്പത്തിലേക്ക് മറയപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ് വഴിയിലൂടെ അവരോടൊപ്പം സംസാരിച്ചപ്പോൾ യേശുവിനെ വെളിപ്പെടുത്തിയില്ല? സാക്ഷാൽ യേശു തന്നെയാണ് നേരിട്ട് അവരോട് വചനം പറഞ്ഞത്. വഴിയിൽ വെച്ച് വിശുദ്ധ ഗീതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുകയും മാത്രം ചെയ്തോള് അവർ യേശുവിനെ തിരിച്ചറിയുന്നില്ല. യേശു വചനം പറഞ്ഞപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ യേശുവിന് വ്യക്തമായിട്ട് കാഴ്ചപ്പാടുണ്ടായിരുന്നു. വരും നാളുകളിൽ തൻ്റെ ശരീരവും രക്തവുമാകുന്ന പരിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ മക്കൾ തന്നെ തിരിച്ചറിയണമെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് വചനത്തിലൂടെ യേശു അവരെ വെളിപ്പെടുത്തിയില്ല അവർക്ക്. കാരണം വരും നാളുകളിൽ വചനം ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടിച്ചുകൊണ്ട് തൻ്റെ പരിശുദ്ധ കുർബാനയും രക്തത്തെയും അവഗണിക്കുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് വചനത്തിൽ വെളിപ്പെടുത്താഞ്ഞത്. ചിലർ പറയും, അവർ പറയുന്നത് വചനമല്ലേ? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറയുന്നത് വചനമാണെങ്കിലും എല്ലാവരും പറയുന്നത് പരിശുദ്ധാത്മാവിലായിരിക്കില്ല വചനം പറയുന്നത്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ യേശുവിനോട് ആദ്യം വചനം പറയുന്നത് പിശാചാണ്. 91 സങ്കീർത്തനം കോട്ട് ചെയ്തിട്ട് നീ എടുത്ത് ചാടുക, ദൂതന്മാർ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് പിശാച് വചനം പറഞ്ഞു. അപ്പോൾ വചനം പിശാചിൻ്റെ ആത്മാവും പറയും, പരിശുദ്ധാത്മാവും പറയും. ഏത് ആത്മാവാണ് എന്ന് തിരിച്ചറിയേണ്ടത് ദൈവമക്കളാണ്. പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, 3 വർഷം കൂടെ ഉണ്ടായിരുന്ന യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. യേശു ബോധപൂർവം യേശുവിൻ്റെ രൂപത്തെ അവരിൽ നിന്നും മറയ്ക്കുകയാണ്. കാരണം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ഉദ്ധാനത്തിന് ശേഷം പിന്നീട് വിശ്വാസം വഴിയും ഇടയ്ക്ക് ദർശനം വഴിയും, യേശുവിന് മുമ്പ് പ്രവാചകന്മാർക്ക് യേശുവിനെ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ യേശുവിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം ദർശനങ്ങളിലൂടെയും വിശ്വാസം വഴിയുമേ തൻ്റെ മക്കൾ യേശുവിനെ കാണുള്ളൂ എന്ന് യേശുവിന് അറിയാവുന്നത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഈശോയെ വെളിപ്പെടുത്തുന്നില്ല. 3 വർഷം കൂടെ ആയിരുന്ന ശിഷ്യന്മാർക്ക് പോലും കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. അവിടെയും ഈ 2 തലത്തിലും യേശുവിനെ വെളിപ്പെടുത്താത്ത യേശു അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയും യേശുവിനെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. ആ അപ്പത്തിലെ യേശു മറയപ്പെട്ടു. എന്നാൽ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചൊരു വിശ്വാസികൾക്കുള്ളതാണ്. ഒരു അവിശ്വാസിയെ സംബന്ധിച്ച് കയ്യിലെടുക്കുമ്പോൾ കാറ്റത്ത് പറന്നു പോകുന്ന വെറും ഒരു അപ്പക്കഷണമാണ് പരിശുദ്ധ കുർബാന. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിയുന്ന അപ്പനായ ദൈവം അപ്പത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. നിന്റെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന, നിന്റെ കൊടുങ്കാറ്റ് പോലുള്ള നിന്നെ ആട്ടി ഉലച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന അപ്പനായ ദൈവം അപ്പത്തിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ അപ്പത്തിലേക്ക് യേശു മറയുന്നത്. പിന്നീട് അവർ എമ്മാവോസിലെ നിന്നും ജെറുസലേമിലേക്ക് പോയി ധീര രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് അവർ നിത്യതയുടെ കൂടാരത്തെ ചൂടിയെന്നാണ് പറയുന്നത്. അതായത് ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെക്കുറിച്ചോ കൂടുതൽ വെളിപ്പെട്ട് കിട്ടിയത് യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉദ്ധാനവും യേശുവിൻ്റെ 2ാം വരവെല്ലാം യെശയ്യാ പ്രവാചകന് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദേവാലയത്തിലായിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകൻ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു ദർശനമുണ്ടായാണ്. ആ ദർശനം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനമാണ്. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പറയുന്ന 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ, പരിശുദ്ധനായവനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. ഞാൻ അശുദ്ധനും അശുദ്ധമായ അതിരമുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത്
ദേവാലയത്തിൽ നിന്ന് വന്ന് ഒരു തീക്കട്ട പറന്ന് വന്ന് യെശയ്യായുടെ അധരത്തെ സ്പർശിച്ചുകൊണ്ട് നീ ഇന്ന് ശുദ്ധിയുള്ളവനായിരിക്കുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളതാണ്. ഈ തീക്കട്ടയെക്കുറിച്ച് പറയുന്നത് എവിടെയാണെന്നറിയോ? മലങ്കര കുർബാന ക്രമത്തിൽ ശരീരം രക്തത്തിൽ മുക്കി നമ്മുടെ നാവിൽ വെച്ച് തരുന്നതിന് മുമ്പ് ഇങ്ങനെ പറയും: കർത്താവിൻ്റെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട. യെശയ്യായെ സ്പർശിച്ച തീക്കട്ടയാണ്. പാപിയാണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച യെശയ്യായെ ആ തീക്കട്ട സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് പറയുന്നതാണ്: ആരെനിക്കായി പോകും, ആരെയാണ് ഞാൻ അയക്കുക? യെശയ്യായുടെ വിളി അവിടെ വ്യക്തമായാണ്. ഈ തീക്കട്ടയെക്കുറിച്ച് സീറോ മലബാർ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: സഹോദരരെ, മനസാക്ഷിയുടെ നൈർമല്യത്തോടും വിശുദ്ധമായ ചിന്തകളോടും പാപമോചനത്തിനായി കാരുണ്യപൂർവ്വം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം. ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം. സീറോ മലബാർ കുർബാനയുടെ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പ്, കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്. ഇവിടെയാണ് യെശയ്യാ പ്രവാചകനും മറ്റ് പ്രവാചകന്മാരിലൂടെയും ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യേശു തൻ്റെ ശരീരവും രക്തവുമാകുന്ന പരിശുദ്ധ കുർബാന എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ വചനമാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്നാണ് യേശു വെളിപ്പെടുത്തുന്നത്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും. അത് എപ്പോൾ പറയുന്ന വാക്കാണ്? പരിശുദ്ധ കുർബാനയാകുന്ന ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കുന്നതിന് തൊട്ടു മുമ്പ് പറയുന്ന വാക്യമാണ്. അവിടെയാണ് നമുക്ക് ഇത് ആഴത്തിൽ നമ്മളിത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. മോശ തുടങ്ങിയത് എപ്പോഴാണ്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം എൻ്റെ മുമ്പാകെ എപ്പോഴും മേശപ്പുറത്ത് വെച്ചിരിക്കണം. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം. ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭയിൽ 24 മണിക്കൂറിലും ലോകത്തിൻ്റെ എല്ലാ അതിർത്തികൾ വരെയും ഈ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പമാകുന്ന പരിശുദ്ധ കുർബാന എഴുന്നള്ളി വെച്ചിരിക്കുന്നത് മേശപ്പുറത്താണ്. തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, കർത്താവിൻ്റെ ശരീരവും രക്തവും പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ ലോകത്തിൻ്റെ 4 അതിരുകളിലും ദേവാലയത്തിൻ്റെയും കോൺവെൻറ്റിൻ്റെയും മേശപ്പുറത്ത് 24 മണിക്കൂറും എഴുന്നള്ളിയിരിക്കുന്നത് മോശയിലൂടെ വെളിപ്പെടുത്തുകയാണ്. 25-30 ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ എപ്പോഴും വെച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തെ മുഖത്തോട് മുഖം നോക്കി കാണുവാനും സ്നേഹിക്കുവാനും പ്രണയിക്കുവാനും ആരാധിക്കുവാനും വണങ്ങുവാനും സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് പരിശുദ്ധ കുർബാന. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 51-ാമത്തെ വാക്യം പറയുകയാണ്: സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെടുന്ന അപ്പം എൻ്റെ ശരീരമാണോ എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. കാർഡിനാൽ ന്യൂമോൻ പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ കുർബാനയിൽ എനിക്കെൻ്റെ കർത്താവിനെ എന്നും സ്വീകരിക്കാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് ദർശിക്കണം. ആത്മാവിൽ ഇത് ദർശിക്കണം. ഏലിയ പ്രവാചകൻ്റെ ആ കാലഘട്ടത്തിൽ 19-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ ഏലിയയുടെ ജീവനെ വെല്ലുവിളിക്കുന്ന സമയത്ത് മരണഭയം കൊണ്ട് ഏലിയ അവിടെ നിന്ന് സ്ഥലം പിടിക്കുകയാണ്. ജെസുബേൽ എന്ന് പറയുന്ന സ്ത്രീ ഏലിയായോട് പറയുകയാണ്: നാളെ ഇതേപോലെ സമയത്തിന് മുമ്പ് ബാലിൻ്റെ പുരോഹിതന്മാരിൽ ഒരുവനെ പോലെ നിൻ്റെ ജീവൻ ഞാൻ എടുക്കുമെന്ന് പറയുമ്പോൾ ഏലിയ മരുഭൂമിയിൽ പോയി മരണത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. അങ്ങനെ തളർന്നു കിടന്നുറങ്ങിപ്പോൾ ഏലിയായെ തട്ടി ഉണർത്തിയിട്ട് അപ്പവും വെള്ളവും കൊടുക്കുകയാണ്. വീണ്ടും കിടന്നുറങ്ങുന്നു, വീണ്ടും കൊടുക്കുന്നു. ആ അപ്പത്തിൻ്റെ ശക്തിയിൽ, ആ വെള്ളത്തിൻ്റെ ശക്തിയിൽ 40 രാവും 40 പകലും സഞ്ചരിച്ചു ഒരു ഏലിയയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ആ ഏലിയയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. തലേ ദിവസങ്ങൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ബാലിൻ്റെ പുരോഹിതന്മാരെ വാളിനിരയാക്കുകയും മഹാ അത്ഭുതം ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണ് ഏലിയ. അതോടൊപ്പം തന്നെ ആഗാവ് ഏലിയയുടെ മുമ്പിൽ വിറയലോടുകൂടിയാണ് നിന്നത്. ആകാശം ഇരുണ്ട് ആഗാവിൻ്റെ മുമ്പിൽ മഴ പെയ്യുകയും ചെയ്തു. മഹാ അത്ഭുതം പ്രവർത്തിച്ച ഏലിയ കേവലം ഒരു സ്ത്രീ വെല്ലുവിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ്
ഏലിയ ഭയന്ന് ഓടിയത്? ഒറ്റ വാക്കേ ഉള്ളതിന്, ഇന്നലകളിൽ ഏലിയായോട് ദൈവം സംസാരിച്ചു. ഇന്നലകളിൽ ഏലിയ ദൈവത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടു. ഇന്നലകളിൽ ആത്മാവിൻ്റെ ശക്തിയാൽ ഏലിയ ആകാശം അടച്ചു. ഇന്ന് ദൈവത്തിൻ്റെ പ്രചോദനം ഏലിയായ്ക്ക് കിട്ടിയില്ല. ഇന്ന് ആത്മാവിൻ്റെ സ്വരം ഏലിയായ്ക്ക് അനുഭവപ്പെട്ടില്ല. ദൈവത്തിൻ്റെ സ്വരവും ദൈവത്തിൻ്റെ പ്രേരണയും കിട്ടാത്ത പോയതുകൊണ്ടാണ് ആ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഏലിയ രാജ്യം വിട്ടു ഓടി മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലയോ സഹോദരങ്ങളെ, ശുശ്രൂഷകരെ, ഇന്നലകളിലെ അനുഭവത്തിന് നിനക്ക് ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഇന്നലകളിലെ ദർശനങ്ങൾ കൊണ്ട് ഇന്ന് നിനക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഇന്നലകളിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഇന്ന് നിനക്ക് പഴയകാല അനുഭവങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കഴിയില്ല. ഇന്നത്തെ അഭിഷേകത്തിന് ഇന്നീ അപ്പം ഭക്ഷിച്ചേ പറ്റത്തോള്. ഇന്ന് നിന്നെ നയിക്കപ്പെടണം. നാളുകളിലേക്ക് നാളെ സ്വീകരിക്കണം. അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ: അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരയണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം. വലിയ സമ്പന്നനോടും ദാരിദ്ര്യമുള്ളൊരു മനുഷ്യനോടും ലോകത്തിലെ ഏതൊരു വ്യക്തിയോടും ദൈവം പറയാണ്, മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരയണമേ. നീ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈശോ നമ്മളെ അത് പഠിപ്പിക്കുന്നത്. ഏലിയ അപ്പം ഭക്ഷിച്ചുകൊണ്ട് 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ സഞ്ചരിച്ച ഏലിയ പിന്നീട് ചെയ്തെന്നറിയോ? ഒരു ഗുഹയ്ക്കകത്ത് കയറി അവിടെ ആത്മാവിൽ ജ്വലിച്ചു, ആത്മാവിൽ ആരാധിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം വീണ്ടും ഏലിയായ്ക്ക് കിട്ടുന്നത്. ഞാനും നിങ്ങളും പരിശുദ്ധ കുർബാനയാകുന്ന ഏകസത്യ ദൈവത്തെ ഇന്ന് സ്വീകരിച്ച് ഇന്നത്തെ ഊർജത്തിൽ, ഇന്നത്തെ അഭിഷേകത്തിൽ മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഏലിയ കണ്ടെത്തിയതുപോലെ ഒരു ഗുഹ ഞാനും നിങ്ങളും കണ്ടെത്തണം. ഏലിയ ഒരു ഗുഹയ്ക്കകത്ത് കയറി ദൈവവുമായിട്ട് ആത്മാവിൽ ജ്വലിച്ചപ്പോൾ ഏലിയായോട് ദൈവം ചോദിച്ചു, ഏലിയ, നീ അവിടെ എന്തെടുക്കുകയാണ്? ഏലിയ പറഞ്ഞു, ദൈവമായ കർത്താവിനോടുള്ള തീഷ്ണതയെ പ്രതി ഞാൻ ജ്വലിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഭാരത്താലും ജോലി തിരക്കിനാലും സഞ്ചരിക്കുന്ന ദൈവമക്കളെ, പ്രഭാതത്തിൽ ഈ പരിശുദ്ധ കുർബാന നീ സ്വീകരിച്ചിട്ട് നീ എവിടെങ്കിലും പോയി ഒരു ഗുഹയ്ക്കകത്തൊളിക്കണം. ഏതാണ് ഗുഹ? നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ഒരു ഗുഹയാണ് നിത്യാരാധന ചാപ്പൽ. നിത്യാരാധന ചാപ്പലാകുന്ന ഒരു ഗുഹയ്ക്കകത്ത് നീ ഒന്ന് പോയി ഒളിച്ചിരുന്ന് നോക്കിയേ, ദൈവം നിന്നോട് വ്യക്തമായി സംസാരിക്കും. ഏലിയ അപ്പം ഭക്ഷിച്ചു. 40 രാവും 40 പകലും ഒരു നേരത്തെ അപ്പത്തിന് ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഏലിയായ്ക്ക് സ്വരം കേൾക്കാൻ പറ്റില്ല. സ്വരം കേൾക്കാൻ പോയത് ആ അപ്പത്തിൻ്റെ ശക്തിയോടൊപ്പം തന്നെ അപ്പനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഏലിയ ചെലവഴിച്ചു. ഏലിയ അവിടെ ആയിരുന്നു. അതുപോലെ നിത്യാരാധന സന്നിധിയിൽ ആ ഗുഹയ്ക്കകത്ത് കയറി നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് അനുഭവപ്പെടുന്നത്, കേൾക്കുന്നത്. ഞാനൊരു അനുഭവത്തിലൂടെ ഞങ്ങൾ പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ടവരെ. 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് ഓവറിൽ പഴുപ്പായി, അസംഖ്യം വേദനയായി, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ ആൾ ക്ഷയിച്ചു, ക്ഷീണിതയായി. കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ 2 ആഴ്ച അഡ്മിറ്റ് ചെയ്തു, മെഡിസിൻ എടുത്തു, ഒരു മാറ്റവുമില്ല. ഓപ്പറേഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് പേടിയാണ്. ഓവറിയിൽ 2 ഓവറിയിലും പഴുപ്പായി, ഓപ്പറേഷൻ ചെയ്യാൻ പേടിയുള്ള എൻ്റെ ഭാര്യയുടെ മാനസിക അവസ്ഥ ഒരുക്കാൻ പറ്റുന്നില്ല. വീണ്ടും 2 ആഴ്ച മരുന്ന് കൊടുത്തു. എൻ്റെ മനസ്സും വല്ലാത്തൊരു സംഘർഷത്തിലൂടെ കടന്നുപോയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അപ്പോഴാണ് എറണാകുളത്ത് എൻ്റെ വൈഫിൻ്റെ വീട്. അവരുടെ കസിൻ വിളിച്ചു പറഞ്ഞു, എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള എൻ്റെ ഭാര്യയുമായി എറണാകുളത്തേക്ക് ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ ശക്തമായ ഒരു പ്രചോദനം കിട്ടിയാണ് ഡോക്ടർ ഫിൻഡോയെ കാണിക്കാനായിട്ട്. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യയുടെ ഹോസ്പിറ്റൽ ഡോക്ടർ ഫിൻഡോയെ കാണിക്കാനായിട്ട്. ഫിൻഡോ എന്ന് കർത്താവ് വ്യക്തമായി സംസാരിക്കാം. ഡോക്ടറിനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി വിളിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവിടെ വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ അറിയുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞാൻ ആരാണെന്ന് ആർക്കും അറിയത്തില്ല, അവരെയും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആദ്യ ദിവസം കുർബാനയ്ക്ക് പോയി. ഞാൻ ആദ്യം അന്വേഷിച്ചത് ഒരു ഗുഹയ്ക്കകത്ത് കയറാനുള്ളതാണ്. യേശുവിൻ്റെ സ്വരം കേൾക്കാൻ ദൈവം എന്താണെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ താഴെ ഒരു നിത്യാരാധന ചാപ്പലുണ്ടോ. ഞാൻ വൈഫിൻ്റെ ചേച്ചീനെ വൈഫിൻ്റെ കൂടെ ആക്കിയിട്ട് ചാപ്പലിലേക്ക് കയറി. എൻ്റെ അസ്വസ്ഥതകളും ഭാരങ്ങളെല്ലാം ഞാൻ ഇറക്കി വെച്ചു. 2-ാം ദിവസം അതിലേ നടക്കുമ്പോൾ
ഒരു സ്വരം ഞാൻ കേൾക്കുകയാണോ? യാദൃശ്ചികമായല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, യാദൃശ്ചികമായി അല്ല. കർത്താവ് എന്നോട് പറയാണ്, വ്യക്തമായി എന്നോട് പറയാണ്. പ്രഭാതത്തിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നേരെ ഗുഹയ്ക്കകത്ത് കയറി കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചപ്പോൾ ഈ സ്വരം കേട്ടു. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം ഒരു സിസ്റ്റർ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നു യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് എൻ്റെ ടോക്കുകൾ കേട്ടിട്ട് നേഴ്സുമാർക്ക് വേണ്ടി അവിടെ ഒരു ധ്യാനം അറേഞ്ച് ചെയ്ത് വണ്ടേ. തിങ്കളാഴ്ച ഓപ്പറേഷൻ, ഞായറാഴ്ച ശുശ്രൂഷ. ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നു. ഞാൻ കണ്ടു കർത്താവിൻ്റെ സാന്നിധ്യം ആ ആലയത്തിലേക്ക് ഇറങ്ങി. നേഴ്സുമാരും സിസ്റ്റേഴ്സും ഞാനുൾപ്പെടെ കർത്താവിൻ്റെ വലയം ചെയ്തു. 17 ദിവസം കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫിൻ്റെ കൂടെ ഞാനായിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ധ്യാനം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ എൻ്റെ വൈഫിനെ എനിക്ക് നോക്കേണ്ടി വന്നില്ല. സിസ്റ്റേഴ്സും നേഴ്സുമാരും അവരുടെ ഒരാളായി ഏറ്റെടുത്തുകൊണ്ട് കംപ്ലീറ്റ് ശുശ്രൂഷയും നൽകി. മറിച്ച് എൻ്റെ റോളെന്ന് പറഞ്ഞാൽ ശുശ്രൂഷയായിരുന്നു അവിടെ. കർത്താവ് അവിടെയാണ് പറഞ്ഞത്. ആ സ്വരം കേട്ടോ, യാദൃശ്ചികമായല്ല വന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നീ, കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന നിനക്ക് ആ കർത്താവിൻ്റെ സ്വരം നിനക്ക് കേൾക്കണം. മതബോധന ഗ്രന്ഥം CCCയിൽ ഇപ്രകാരം പറയുന്നു: രക്ഷാകര രഹസ്യം പൂർത്തിയാക്കുന്ന ആരാധനക്രമം വിശ്വാസികളെ അനുദിന ജീവിതത്തിൽ ദൈവഗീതം നിറവേറ്റുന്നതിനായി പറഞ്ഞയക്കുന്നു. ദൈവഗീതം നിറവേറ്റുന്നതിനായി പരിശുദ്ധ കുർബാനയിലേക്ക് പറഞ്ഞയക്കുന്നു, പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പറഞ്ഞയക്കുന്നു. ജോലി ചെയ്യുന്ന വ്യക്തിയിൽ, കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയിൽ, സമർപ്പണ ജീവൻ നയിക്കുന്ന വ്യക്തിയിൽ നമ്മളെ സംബന്ധിച്ചൊരു ദൈവഗീതമുണ്ട്. കുടുംബങ്ങളെ സംബന്ധിച്ച് ദൈവഗീതമുണ്ട്, മക്കളെ സംബന്ധിച്ച് ദൈവഗീതമുണ്ട്, ബിസിനസ്സിനെ സംബന്ധിച്ചുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളിലും ദൈവികമായൊരു പദ്ധതിയുണ്ട്. അത് നിറവേറ്റപ്പെടണമെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. 2 സ്വരം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുകയാണ്, ഒരേ സമയത്ത് ദൃശ്യനും അതേ സമയത്ത് അദൃശ്യനുമായ ഏകസത്യ ദൈവമാണ് പരിശുദ്ധ കുർബാന. ഏലിയ അപ്പം ഭക്ഷിക്കുകയും സ്വരം കേൾക്കാൻ ഗുഹയ്ക്കകത്തൊളിച്ചതുപോലെ ഞാനും നിങ്ങളും ഡെയിലി കർത്താവിൻ്റെ സ്വീകരിക്കുകയും സ്വരം കേൾക്കാൻ നിത്യാരാധന ചാപ്പലായ ഗുഹയ്ക്കകത്ത് പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. യെശയ്യ ആത്മാവിൽ കണ്ടതുപോലെ നമ്മൾ കാണണം. അതുകൊണ്ട് കർത്താവിനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയെ പ്രണയിച്ച ഒരു വ്യക്തിയും, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു വ്യക്തിയും ലോക ചരിത്രത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല. ഒരു വചനം കൂടെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. മത്തായി 11:27-28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജോലിയുടെയൊക്കെ ക്ഷീണവും അസ്വസ്ഥതയും ഭാരവും ഒക്കെ ഇറക്കി വെക്കാൻ എവിടെങ്കിലും ഒരു അല്പസമയം വിശ്രമിക്കാനായിട്ട് നിത്യാരാധന ചാപ്പലാവുന്ന ഗുഹയ്ക്കകത്ത് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹ വാത്സല്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന ആത്മാവും ജീവനും ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.